ലൂയിസ് സുവാരസ് ടു ലിവർപൂൾ. വീണ്ടും ലൂയിസ് സുവാരസ് ലിവർപൂളിലേക്ക് എത്തുകയാണ്. അതായത് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലിവർപൂളിൽ വന്നിട്ട് ലിവർപൂൾ മൊത്തത്തിൽ കത്തിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലൂയിസ് സുവാരസ്. അതായത് ലാറ്റിൻ അമേരിക്കയിൽ ഉറുഗ്വേയിൽ നിന്ന് വന്നിട്ട് ലിവർപൂളിൽ തകർപ്പൻ പെർഫോമൻസ് നടത്തി പിന്നീട് ബാഴ്സയിലേക്ക് പോയിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ള ലൂയിസ് സുവാരസ്. എന്നാൽ ഇത് ആ സുവാരസ് അല്ല, ഇത് വേറൊരു സുവാരസ് ആണ്. ലൂയിസ് സുവാരസിന്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള കൊളംബിയയിൽ നിന്ന് വരുന്ന ലൂയിസ് സുവാരസ്. നിലവിൽ ആള് കളിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസ് ലീഗിലാണ്, സ്പോർട്ടിംഗ് CBയിലാണ് ആള് കളിക്കുന്നത്. തകർപ്പൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയർ ആരാണ്, എന്താണ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ തുടങ്ങി 6 മാസത്തോളമായി, പക്ഷെ ഞാൻ ലിവർപൂളിന്റെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ലിവർപൂളിന്റെ മാച്ചസ് കാണാറുണ്ട് സ്ഥിരമായിട്ട്, പക്ഷെ എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ലെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഞാൻ ലിവർപൂളിന്റെ വീഡിയോസ്, അതായത് ലിവർപൂളിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ, ഇതിനെ കുറിച്ച് ഈ ഒരു സീസണിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ കുറേ വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയില്ല. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളായ കാരണം അതൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നീട് ലിവർപൂളിന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള വീഡിയോ, അങ്ങനെ പല വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതൊന്നും ഇടാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചില വീഡിയോസിന്റെ ഇടയിലൊക്കെ നമ്മൾ ലിവർപൂളിന്റെ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ലിവർപൂളിന്റെ വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ലിവർപൂളിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. കാരണം ഞാൻ ലിവർപൂളിന്റെ മാച്ചസ് ഞാൻ സ്ഥിരം കാണുന്നതാണ്, പക്ഷേ ചില കാരണങ്ങൾ കാരണം ഇടാൻ പറ്റാതെ പോയി. അപ്പോൾ ഇനി നമ്മൾ ഇടുന്നതായിരിക്കും. അത് മാത്രമല്ല, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം അതാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1000 സബ്സ്ക്രൈബ് എന്ന ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറേ ദൂരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലൂയിസ് സുവാരസ് ആരാണെന്ന് നോക്കാം. ലൂയിസ് സുവാരസ് ഒരു കൊളംബിയക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ലൂയിസ് ജാവിയർ സുവാരസ് എന്നതാണ്. ആൾക്ക് 28 വയസ്സുണ്ട് കേട്ടോ. 28 വയസ്സുണ്ട്. സെന്റർ ഫോർവേഡിലാണ് കളിക്കുന്നത്, മറ്റേ സുവാരസിനെ പോലെ തന്നെ. അപ്പോൾ ആളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വിക്ടർ ഗോക്രെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ സ്ട്രൈക്കർ ഉണ്ടായിരുന്നല്ലോ സ്പോർട്ടിങ്ങിന്. അപ്പോൾ ആ സ്പോർട്ടിങ്ങിന് ആ സ്ട്രൈക്കറിനെ ആഴ്ഫണൽ തൂക്കി. ആഴ്ഫണൽ അങ്ങോട്ട് തൂക്കിയ സമയത്ത് ആ ഒരു പ്ലെയറിന് റീപ്ലേസ്മെന്റ് ആയിട്ട് സ്പോർട്ടിങ് സൈൻ ചെയ്തതായിരുന്നു ലൂയിസ് സുവാരസിനെ. അൽമെരിയ എന്ന് പറയുന്ന ഒരു ടീമിൽ നിന്നായിരുന്നു ലൂയിസ് സുവാരസിനെ സൈൻ ചെയ്തിരുന്നത്. അൽമെരിയ എന്ന ടീമിനെ അവരുടെ 25% ആ ഒരു ഓണർഷിപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടീം തന്നെയാണ് അൽമെരിയ. അപ്പോൾ ആ ടീമിൽ നിന്നാണ് ആള് ഇങ്ങോട്ട് സ്പോർട്ടിങ്ങിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആളെക്കുറിച്ച് പറയുമ്പോൾ 28 വയസ്സാണ്. ലാലിഗയിലൊക്കെ വലിയ നോക്കുമ്പോൾ നമ്മൾ ഒരു വലിയ സ്റ്റാർ ലെവൽ പെർഫോമൻസ് ഒന്നും താരം നടത്തിയിട്ടൊന്നുമില്ല. എന്നാൽ ആള് ഈ ഒരു പോർച്ചുഗീസ് ലീഗിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പൊളിച്ചെടുക്കുവാണ്. അതേ പറയാൻ പറ്റുള്ളൂ, പൊളിച്ചെടുക്കുവാണെന്ന് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 42 മാച്ചസ് ഇതുവരെ കളിച്ചു, 33 ഗോളും 7 അസിസ്റ്റ്. 42 മാച്ചിൽ 40 ഗോൾ കോൺട്രിബ്യൂഷൻ. വിക്ടർ ഗോക്രെസിന്റെ ആ ഒരു വിടവ് ആള് നികത്തി, കംപ്ലീറ്റ് ആയിട്ട് നികത്തി. ലീഗിൽ മാത്രം 25 മാച്ചിൽ 24 ഗോള്. ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ 10 മാച്ചിൽ 5 ഗോള്. അത് മാത്രമല്ല, PFGക്ക് എതിരെയുള്ള ഒരു മാച്ചിൽ 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ മാച്ച് ഞാൻ ലൈവ് കണ്ടതാണ്, PFG സ്പോർട്ടിംഗ് മാച്ച്. അതിൽ 2 ഗോൾ താരം സ്കോർ ചെയ്യുന്നത്. അന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഈ പ്ലെയറിനെ കുറിച്ച് നോക്കുന്നത് തന്നെ. ലൂയിസ് സുവാരസ്, ആ പേരാണല്ലോ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ആ പേരാണ്. അപ്പോൾ ലൂയിസ് സുവാരസ് അറിയാലോ, നമുക്കറിയാം. ആള് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ നോക്കുമ്പോൾ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സെൻട്രൽ ഫോർവേഡ് ആണ്. ആള് നടത്തിയിട്ടുള്ള പെർഫോമൻസ്, മെസ്സിയും റൊണാൾഡോ ഒക്കെ പീക്കിൽ നിൽക്കുമ്പോൾ 2 ഗോൾഡൻ ബൂട്ട് അടിച്ച ആളാണ്. ഞാനൊക്കെ കളി കണ്ട് ആ ഒരു കളിയുടെ ആ ഒരു ഇതിലേക്ക് പോകുന്ന സമയമായിരുന്നു. ആ ഒരു സമയം, അതായത് 2014-15 ആ ഒരു സമയത്ത് പീക്കിൽ നിന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ വയസ്സായി, ഇന്റർ മയാമിയിലാണ് കളിക്കുന്നത്. ഈ സീസണിൽ കൂടുതൽ മാച്ചസ് ഒന്നും താരം കളിച്ചിട്ടില്ല. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ലാലിഗയിൽ 100 മാച്ച് കളിച്ചിട്ടുണ്ട്. 100 മാച്ച്, അതിൽ നിന്ന് സ്കോർ ചെയ്തത് വെറും 23 ഗോളാണ്. അപ്പോൾ ലാലിഗയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോർച്ചുഗീസ് ലീഗ് ആ ഒരു നിലവാരമുള്ള ലീഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ലാലിഗയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ പോർച്ചുഗീസ് ലീഗിൽ പോയിട്ട് മികച്ച പെർഫോമൻസ് നടത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആളെ വിശ്വസിച്ച് ടീമിലേക്ക് എടുത്തിട്ട് ആള് ഫ്ലോപ്പ് ആകുമോ എന്നത് നമ്മൾ ഒരു റിസ്ക് ആണ്. അതൊരു റിസ്ക് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നതാണ്. കാരണം ലീഗിന്റെ ക്വാളിറ്റി, പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ടതില്ല,
അതൊക്കെ ടോപ്പാണ്. അവിടെ പോയി കളിക്കുക എന്ന് പറയുന്നത് തന്നെ, പോർച്ചുഗീസ് ലീഗിൽ നിന്ന് അവിടെ പോയി കളിക്കുക എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല 28 വയസ്സ് കൂടി ആയിട്ടുണ്ട്. താരത്തിന്റെ കരിയറിന്റെ ടോപ്പ് പീക്ക് ലെവൽ തന്നെയാണ് നിൽക്കുന്നത്, അതിലൊന്നും ഒരു സംശയമില്ല. എന്നാലും ലീഗിന്റെയും ആ ടീമിന്റെയും ആ ഒരു ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ ആർക്ക് അറിയാലോ, വിക്ടർ ഗോക്രെസ് ആഴ്ഫണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആഴ്ഫണിൽ ഒരു കിടിലം കളി കളിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് ഒരു ലെവൽ മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആദ്യമൊക്കെ തുടക്കമൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. ഈ ആഴ്ഫണലിനെതിരെ ആഴ്ഫണൽ സ്പോർട്ടിംഗ് മാച്ച് വരുന്നുണ്ട് ഏപ്രിൽ 7-ാം തീയതി. ആ മാച്ചാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് സുവാരസിനെ ലിവർപൂൾ എടുക്കുമോ, ലൂയിസ് സുവാരസിന് വേണ്ടി ലിവർപൂൾ ശ്രമിക്കുമോ എന്നതൊക്കെ നിർണ്ണയിക്കാൻ പോകുന്ന മാച്ചാണ്. ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് മത്സരം ആഴ്ഫണലിനെതിരെ. ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിവർപൂൾ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും. പിന്നെ ഇപ്പൊ കൊളംബിയയുടെ മാച്ചസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ അതായത് ഇന്ന് രാത്രി 12:30 ഒരു മാച്ച് നടന്നിട്ടുണ്ട്. അതായത് ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ മാച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ മാച്ച് ഞാൻ കണ്ടായിരുന്നു, കൊളംബിയ ഫ്രാൻസ് മാച്ച്. അതിൽ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്കറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസസ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആൾക്ക് ഗോളൊക്കെ അടിക്കാൻ പറ്റും, അതിലൊന്നും ഒരു സംശയമില്ല. ആൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് അല്ല, ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് പ്ലെയർ തന്നെയാണ്. ആൾക്ക് കൂടുതൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഗോൾ അടിക്കാനും അതുപോലെ തന്നെ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്താനും മികച്ച പെർഫോമൻസ് നടത്താനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിസിക്കലി അതുപോലെ തന്നെ സ്പീഡ് എല്ലാത്തിനും ആൾ കൊള്ളാം. പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു റൗണ്ട് ഓഫ് 16 ബോഡോയ്ക്കെതിരെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ബോഡോ 3 ഗോളിന് ഫസ്റ്റ് ലെഗ് ജയിക്കുന്നു. സെക്കൻഡ് ലെഗിൽ പോയി 5 ഗോൾ വാങ്ങിയിട്ട് അവർ പുറത്താകുന്നു. ആ മാച്ച് ബോഡോയെ സപ്പോർട്ട് ചെയ്ത് കണ്ട ആളാണ് ഞാൻ. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണെന്ന് തോന്നുന്നു ബോഡോ പുറത്തായി. അപ്പോൾ ആ ഒരു മാച്ചിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും ആള് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാച്ചിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു പ്ലെയറിനെ കണ്ടിട്ടുള്ളത്, അല്ലാതെ വേറെ കൂടുതൽ ലൈവ് മാച്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും മാച്ചിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ആളൊരു ആവറേജ് പ്ലെയർ ഒന്നുമല്ല. ആളുടെ കയ്യിൽ ഉണ്ട്, സാധനമുണ്ട്. അത് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ആകുമെന്ന് അറിയാൻ വയ്യ, എത്രത്തോളം വർക്കാവും അറിയാൻ വയ്യ. ഇനി കോൺട്രാക്റ്റിന്റെ കാര്യത്തിലേക്ക് വരാം. 5 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു താരം അൽമേരിയയിൽ നിന്ന് നേരെ സ്പോർട്ടിങ്ങിലേക്ക് പോകുമ്പോൾ ഇട്ടത്. 22.1 മില്യൺ യൂറോയ്ക്കായിരുന്നു സ്പോർട്ടിങ് സ്വന്തമാക്കിയത്. അപ്പൊ ആള് സ്പോർട്ടിങ്ങിലെത്തി മികച്ച പെർഫോമൻസ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരു റിലീസ് ക്ലോസും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, 80 മില്യന്റെ ഒരു റിലീസ് ക്ലോസ്. അപ്പോൾ ആളെ കിട്ടണമെങ്കിൽ 80 മില്യൺ കൊടുക്കണം, കാരണം 2030 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പൊ ഇനിയും ഒരു 4 സീസണോളം കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 30 വരെ കോൺട്രാക്റ്റ് ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ 80 മില്യൺ റിലീഫ് ക്ലോസ് കൊടുക്കേണ്ടി വരും. 80 മില്യൺ എന്ന് പറയുന്നത് ഒരു വലിയ തുകയായിട്ടാണ് ഞാൻ കാണുന്നത്. ആള് 80 മില്യൺ ഒന്നുമില്ല, ഉള്ളത് പറയുകയാണെങ്കിൽ നിലവിലെ സിറ്റുവേഷനിൽ 80 മില്യൺ ഒന്നുമില്ല, കാരണം 28 വയസ്സ് കൂടിയായി. അപ്പോൾ ഫ്യൂച്ചറായിട്ട് നമുക്ക് എന്തായാലും ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ആളൊരു ഫ്യൂച്ചറാണ് എന്നത്. അതുകൊണ്ട് തന്നെ 80 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല ട്രാൻസ്ഫർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നെഗോസിയേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ 40 മില്യൺ ഒക്കെ കിട്ടിയാൽ, 80ന്റെ പകുതിയാണ് കേട്ടോ, അതൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോന്ന് അറിയത്തില്ല, കിട്ടിയാൽ നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ഡീല് തന്നെയാണ്. ലിവർപൂളിനെ സംബന്ധിച്ച് സെന്റർ ഫോർവേഡ് അവിടെ കളിക്കുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒന്നാമത്തത് ഫ്രഞ്ച് താരമായിട്ടുള്ള ഇക്കിറ്റേക്ക് ഒരു ടോപ്പ് പ്ലെയർ ആണ്, നോ ഡൗട്ട്, ഹ്യൂഗോ ഇക്കിറ്റേക്ക്. പക്ഷേ ആളൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അതായത് ചില മാച്ചിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ചില മാച്ചിൽ വളരെ ആവറേജ്, ചില മാച്ചിൽ ഒന്നുമില്ല എന്നത്തെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വേറൊരു പ്ലെയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്നെനിക്ക് ഉണ്ട്. പക്ഷേ ഇക്കിറ്റേക്കയുടെ അത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയർ ഒന്നും അല്ല ഈ ഒരു ലൂയിസ് സുവാരസ് എന്ന് പറയുന്ന പ്ലെയർ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറയേണ്ടതില്ല, ആരാണ്, ഇസാക്ക്. ഞാൻ ഒന്നും പറയുന്നില്ല, നല്ല പ്ലെയർ ആണ്. പക്ഷെ എന്ത് ചെയ്യാം, ലിവർപൂളിൽ വന്നതിന് ശേഷം ഭാഗ്യമില്ല, ഇഞ്ചുറി കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതാണ് ആളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിലേക്ക് വരുമ്പോൾ ലൂയിസ് സുവാരസിനെ സ്വന്തമാക്കാൻ ലിവർപൂളിന് താല്പര്യമുണ്ട്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ അവരൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ലൂയിസ് സുവാരസിന്റെ ഇനിയുള്ള പെർഫോമൻസ് ആണ് നിർണ്ണയിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പ്ലെയറിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ള വേറൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് കൂടെ ഉണ്ട്, ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ആണ്. അപ്പോൾ ന്യൂകാസ്റ്റൽ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ഒരു ബാറ്റിൽ എന്ന രീതിയിലൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
എനിക്കറിയാൻ വയ്യ എന്തൊരു ബാറ്റിലാണെന്ന്. ലിവർപൂള് ഫിനാൻഷ്യലി ഓക്കെ ആണ്. ഒപ്പം മറുഭാഗത്ത് പറയുകയോ വേണ്ട, ന്യൂകാസ്റ്റലിനൊക്കെ ഫിനാൻഷ്യലി ഹ്യൂജ് ലെവലിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാറ്റിലൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയൊരു ബാറ്റിലൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. ന്യൂകാസ്റ്റല് ആയിട്ടൊരു ബാറ്റില് അതിനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഒരു നല്ല പെർഫോമൻസ് താരം നടത്തി കഴിഞ്ഞാൽ താരത്തെ എടുക്കും. എന്തായാലും ഒരു ബാക്കപ്പ് ആയിട്ടൊക്കെ ആയിരിക്കും താരത്തെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ബാക്കപ്പ് ആയിട്ട് നോക്കുമ്പോൾ 80 മില്യൺ കൊടുത്തെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമില്ല. 40 മില്യൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സോളിഡ് ആണ്, അതിനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ലിവർപൂൾ ഫാൻ ആണെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയുടെ താഴെ സൗണ്ട് ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞല്ല, ഒരു 5-6 വീഡിയോയുടെ മുമ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇടുന്ന സമയത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.